നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺഫർമേഷൻസ് ഓഫ് പ്രൊപ്പെയിൻ. അപ്പോൾ നമുക്കറിയാം കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ്റെ ടോർഷണൽ ടോർഷണൽ എനർജി എന്ന് പറയുമ്പോൾ 12.6 ആണ്. ലീസ്റ്റ് സ്റ്റേബിളായ എക്ലിപ്സ്ഡ് ഫോമിൽ നിന്നും മോസ്റ്റ് സ്റ്റേബിളായ സ്റ്റാഗേർഡ് ഫോമിലോട്ട് മാറാനുള്ള എനർജിയാണ് ഈ ടോർഷണൽ എനർജി, അല്ലെങ്കിൽ ദർ ഇസ് എനർജി നീഡഡ് ടു ഓവർകം ദ ടോർഷണൽ സ്ട്രെയിൻ. ഓക്കെ, കൺഫർമേഷൻ ഓഫ് പ്രൊപ്പെയിൻസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് പ്രൊപ്പെയിൻ്റെ സ്ട്രക്ചർ. CH3 സിംഗിൾ ബോണ്ട്, CH2 CH3. ഇതിൻ്റെ സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് ആൻഡ് സ്ക്യൂ ഫോംസ് നമ്മൾ വരച്ച് പഠിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഇൻഫ്രണ്ട് കാർബൺ ആറ്റം. ഇത് ഫ്രണ്ട് വ്യൂ അല്ലേ, ഇതിൽ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇൻഫ്രണ്ട് കാർബൺ ആറ്റത്തിൽ നിന്നും ഇതിൽ നിന്നും 2 ഹൈഡ്രജനല്ലേ വരുന്നത്. നോക്കിക്കേ, ഇതിൽ നിന്നും 2 ഹൈഡ്രജൻ വരുന്നു. പിന്നെ ഒരു CH3. നോക്ക്, 2 ഹൈഡ്രജൻ CH3. പിന്നെ ഈ കാർബണാറ്റിൽ നിന്ന് എന്തൊക്കെ വരുന്നു? ഒരു കുഞ്ഞ് ഹൈഡ്രജൻ വരുന്നുണ്ട്, 3 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് എക്ലിപ്സ്ഡ് ഫോം. ഇനി അതുപോലെ നമ്മൾ സ്ക്യൂ ഫോംസും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഗേർഡ് ഫോംസും ഉണ്ട്. വേറൊന്നും നോക്കണ്ട, എക്ലിപ്സിന് 0 ഡിഗ്രി, സ്ക്യൂ കുറച്ചൊന്ന് മാറ്റി വരയ്ക്കുക, സ്റ്റാഗേർഡ് ഒരു 180 ഡിഗ്രി എന്ന രീതിയിൽ നല്ല കറക്റ്റ് നമ്മൾ സ്റ്റാറൊക്കെ വരയ്ക്കുന്ന പോലെയാണ് സ്റ്റാഗേർഡ് ഫോംസ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എനർജി ഡിഫറൻസ് 13.8 കിലോ ജൂൾ പെർ മോൾ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തിരി ഹയർ ടോർഷണൽ സ്ട്രെയിൻ വരുന്നത്, അല്ലെങ്കിൽ ടോർഷണൽ എനർജി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് ഹിൻഡറൻസ് കോസ്ഡ് ബൈ ദ മീഥൈൽ ഗ്രൂപ്പ് ഇൻ ദ എക്ലിപ്സ്ഡ് ഫോം. ഇത് മാത്രം ഈ ഒരു വരി പഠിച്ചു വയ്ക്കുക. സ്റ്റെറിക് ഹിൻഡറൻസ് കോസ്ഡ് ബൈ ദ methyl group in the eclipsed form. Steric hindrance caused by the methyl group in the eclipsed form. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, എന്തുകൊണ്ടാണ് ഇത്രയും ഹൈ എനർജി വരാനുള്ള റീസൺ. ഓക്കെ, നമ്മുടെ ഈ എക്ലിപ്സ്ഡ് ഫോം ഉണ്ടല്ലോ പ്രൊപ്പെയിൻ്റെ, ഈ എക്ലിപ്സ്ഡ് ഫോം ഓഫ് പ്രൊപ്പെയിനിൽ ഈ മീഥൈൽ ഗ്രൂപ്പും അഡ്ജസൻറ്റ് ഹൈഡ്രജനും തമ്മിൽ വാൻഡർവാൾസ് റിപ്പൽഷൻ വളരെ ഹൈ ആണ്. മീഥൈൽ ഗ്രൂപ്പും അഡ്ജസൻറ്റ് ഹൈഡ്രജനും തമ്മിൽ വാൻഡർവാൾസ് റിപ്പൽഷൻ വളരെ ഹൈ ആണ്, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കൺഫർമേഷൻസ് ഓഫ് പ്രൊപ്പെയിൻ. നിങ്ങളതിൽ പഠിക്കേണ്ടത് എക്ലിപ്സ്, സ്റ്റാഗേർഡ്, സ്ക്യൂ ഫോംസ് പഠിക്കുക. പിന്നെ എനർജി ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഹൈ. സ്റ്റെറിക് ഹിൻഡറൻസ് കോസ്ഡ് ബൈ ദ മീഥൈൽ ഗ്രൂപ്പ് ഇൻ ദ എക്ലിപ്സ്ഡ് ഫോം. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നമ്മുടെ കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടേൻ. ഓക്കെ, നമ്മൾ നോക്കുന്നത് ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? C4H10, ദാറ്റ് ഇസ് CC, ഇവിടെ ഒരു CH3, H, CH3, H. 2 മീഥൈൽ ഗ്രൂപ്പും 2 ഹൈഡ്രജനായിട്ട് കാർബൺസ് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർബൺ C2 C3, ഈ C2 C3 ബോണ്ടിലാണ് അതിൻ്റെ റൊട്ടേഷൻ എങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കൺഫർമേഷൻസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് കൺഫർമേഷൻസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് ബ്യൂട്ടേൻ ആണ്. അതിൻ്റെ ടെക്സ്റ്റിലെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതാണ് ഞാൻ വരച്ചത്. നമുക്ക് ഇത്രയും ടൈപ്പ് കൺഫർമേഷൻസ് കിട്ടും. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഫുള്ളി സ്റ്റാഗേർഡ് ആണ്. പിന്നെ നമ്മൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ക്യൂ കിട്ടി. സ്ക്യൂ എക്ലിപ്സ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്ക്യൂ എക്ലിപ്സ്ഡ്. അതിനെ വീണ്ടും നമ്മൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ക്യൂ സ്റ്റാഗേർഡ് കിട്ടി. പിന്നെ ഇപ്പോൾ ഫുള്ളി എക്ലിപ്സ്ഡ് കിട്ടി. പിന്നെയും സ്ക്യൂ സ്റ്റാഗേർഡും സ്ക്യൂ എക്ലിപ്സ്ഡും. ഇതൊന്ന് വരച്ച് പഠിക്കണം. പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ആൻറ്റി ഫുള്ളി സ്റ്റാഗേർഡ് കിട്ടും. ഇത് വരച്ച് പഠിക്കണം. അത് വരയ്ക്കേണ്ടത് നിങ്ങളുടെ ജോബാണ്. അത് വരച്ച് തന്നെ പഠിച്ചോളണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് 4 കൺഫർമേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കത് ഓരോന്നോരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം കൺഫർമേഷൻ ഓഫ് ഫുള്ളി സ്റ്റാഗേർഡ് ഓർ ആൻറ്റി കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് കൺഫർമേഷൻസ് ഓഫ് ബ്യൂട്ടേനിലെ ഓരോ സ്ട്രക്ചറും നമ്മൾ ഡീറ്റെയിൽ നോക്കണം. ആദ്യം നമ്മൾ സ്ട്രക്ചർ 1 ആണ് ഫുള്ളി സ്റ്റാഗേർഡ്. സ്ട്രക്ചർ 1 ഫുള്ളി സ്റ്റാഗേർഡ് കണ്ടോ? CH2 CH3 2 എൻഡിലാണ്. 180 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടതെന്ന് ഓർത്താൽ മതി. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ്, മിനിമം റിപ്പൽഷൻ, മാക്സിമം സ്റ്റെബിലിറ്റി, സ്റ്റെറിക് സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. അടുത്ത നമ്മൾ 4ാമത്തെ സ്ട്രക്ചർ ഫുള്ളി എക്ലിപ്സ്ഡ്. ഇതിൽ കണ്ടായിരുന്നോ? ഇതിൽ നോക്കിക്കേ, 2 CH3 അടുത്താണ്, ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്. അപ്പോൾ സ്റ്റെറിക് സ്ട്രെയിൻ വളരെ ഹൈ ആയിരിക്കും, വാൻഡർവാൾസ് ഫോഴ്സ് വളരെ ഹൈ ആയിരിക്കും, ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും, മാക്സിമം റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് സ്ക്യൂ സ്റ്റാഗേർഡ് കൺഫർമേഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് സ്ക്യൂ സ്റ്റാഗേർഡ് വന്നിരിക്കുന്നത്? 3ഉം അതുപോലെ 5ഉം ആണ്. അതാണ് നമുക്ക് നോക്കേണ്ടത്.
ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് തന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫുള്ളി സ്റ്റാഗേർഡ് പറഞ്ഞു, ഫുള്ളി എക്ലിപ്സ്ഡ് പറഞ്ഞു. നമുക്കിനി ഇതിൻ്റെ ഇടയിലുള്ള സ്ക്യൂ സ്റ്റാഗേർഡും സ്റ്റാഗേർഡ് രണ്ടും നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ കൺഫർമേഷണൽ എനാൻഷ്യമേഴ്സ് എന്ന് പറയും. ഇവിടുത്തെ സ്ക്യൂ എക്ലിപ്സ്ഡും ഇവിടുത്തെ സ്ക്യൂ എക്ലിപ്സ്ഡും നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയതുകൊണ്ട് നമ്മളതിനെ കൺഫർമേഷണൽ എന്ത് പറയും, എനാൻഷ്യമേഴ്സ് എന്ന് പറയും. പക്ഷേ ഈ സ്ക്യൂ എക്ലിപ്സ്ഡും സ്ക്യൂ സ്റ്റാഗേർഡും തമ്മിൽ ഒരു ഓബ്ജക്റ്റ് ആൻഡ് മിറർ ഇമേജ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇത് രണ്ടിനെയും കൺഫർമേഷണൽ ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറയും. ബാക്കിയൊക്കെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എനർജിയും ഡൈഹെഡ്രൽ ആംഗിളൊക്കെ വെച്ച് അറിയാമല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ലീസ്റ്റ് സ്റ്റേബിൾ. കാരണം 2 ബൾക്കിയർ ഗ്രൂപ്പ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ നമ്മുടെ സ്ക്യൂ എക്ലിപ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് വളരെ ഹൈ ആയിരിക്കും. ബട്ട് വാൻ ഡെർ വാൾസ് ഫോഴ്സും ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് വളരെ ഹൈ, കാരണം 2 ബൾക്കിയർ ഗ്രൂപ്പ്സ് ആണ് അവിടെ അടുത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ, കാണാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ എനർജിയാണ്, അതിൻ്റെ കൺഫർമേഷണൽ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ആൻ ഈസി ചാപ്റ്റർ. ഇവിടെ വന്നിട്ട് നമ്മുടെ ഫുള്ളി സ്റ്റാഗേർഡ് ആണ് ഏറ്റവും ഹൈ, പിന്നെ ഗോഷ് സ്ക്യൂ സ്റ്റാഗേർഡ്, പിന്നെ സ്ക്യൂ എക്ലിപ്സ്ഡ്, പിന്നെ ഫുള്ളി എക്ലിപ്സ്ഡ്. ഈസി ആണല്ലോ. ഇത് ജസ്റ്റ് വേറൊന്നുമില്ല, ആൻറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഫുള്ളി സ്റ്റാഗേർഡ് ആണ് ഏറ്റവും എനർജി കുറവ്, എങ്കിലേ അത് മാക്സിമം സ്റ്റേബിൾ ആവത്തുള്ളൂ. പിന്നെ വന്ന് സ്ക്യൂ എക്ലിപ്സ്ഡ്, പിന്നെ വരുന്നത് ആരാണ്, ഗോഷ് എന്ന് പറഞ്ഞാൽ മറ്റെന്തുവാണ്, സ്ക്യൂ സ്റ്റാഗേർഡ്, പിന്നെ ഫുള്ളി എക്ലിപ്സ്ഡ് വന്നിരിക്കുന്നു. സ്ക്യൂ സ്റ്റാഗേർഡ് വന്നിട്ട് സ്ക്യൂ എക്ലിപ്സ്ഡ്, പിന്നെ എന്തുവാണ് നമ്മുടെ ഫുള്ളി സ്റ്റാഗേർഡ്. മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ പഠിക്കേണ്ട ബെയർ സ്ട്രെയിൻ തിയറി. വി വിൽ ഡിസ്കസ് ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.